രാം നാരായണ രാം. നാം എങ്ങനെ ഈ കാര്യം മറക്കുന്നു എന്ന്? ഈ ഭൂമിയിൽ നമ്മെല്ലാം മനുഷ്യരായി ജനിച്ചതാണെന്ന്. മനുഷ്യർ അനേകം മതങ്ങൾ സൃഷ്ടിച്ച് എല്ലാവരെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നു. ഓരോ മനുഷ്യനും മതബന്ധങ്ങളിൽപ്പെട്ട് വെറും സ്വന്തം സ്വാർത്ഥം മാത്രം കാണുന്നു. എങ്കിലും നമ്മുടെ മഹാഗുരു ബാലക ബ്രഹ്മചാരി ജോർ പറയുന്നത് ഏറ്റവും വലിയ മതം ആകാശമാണ്. ഈ ലോകത്തിലെ എല്ലാം അവനിൽ നിന്ന് ജനിച്ചതാണ്. ഏറ്റവും വലിയ മതഗ്രന്ഥം രാം നാരായണ രാം എന്നതാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ ഓരോ പേജും ബ്രഹ്മാണ്ഡത്തിലെ എല്ലാ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉൾക്കൊള്ളുന്നു. ഈ ഭൂമിയിൽ ഏകദേശം 800 കോടി പേർ ഉണ്ടാകെ അവരുടെ ശരീരം ഈ മതഗ്രന്ഥമായ രാം നാരായണ രാം എന്നതിൽ നിന്നാണ് രൂപപ്പെട്ടത്. അതിൽ പഞ്ചഭൂതങ്ങൾ ഉൾപ്പെടുന്നു. അവരിലൂടെയാണ് നമുക്ക് ഊർജവും വിവേചനവും ലഭിക്കുന്നത്. ആ വിവേചനം നമ്മെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ജീവിതം എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ച്. ലോകം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ മനുഷ്യൻക്ക് ഈ ശരീരം കിട്ടി, ചന്യം കിട്ടി, ചിന്ത ലഭിച്ചു, ബുദ്ധിയും വിവേകവും ലഭിച്ചു, ജ്ഞാനവും ലഭിച്ചു. മനുഷ്യൻ എന്തെന്തിനും എളുപ്പത്തിൽ എത്താൻ കഴിയും. നിങ്ങൾ ചുറ്റുപാട് നോക്കിയാൽ പലരും വിഷമിച്ചിരിക്കുന്നു. ചിലർ ജോലി സംബന്ധിച്ച്, ചിലർ പഠനത്തിൻ്റെ കാരണത്താൽ, ചിലർ ജീവിതത്തിൽ പുരോഗതി ഇല്ലാത്തതിനാൽ വിഷമിക്കുന്നു. പക്ഷേ നിങ്ങൾ മനസ്സിലെ വിവേകവും ചൈതന്യവും കേൾക്കുകയാണെങ്കിൽ ശരിയായ ജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കും. ശരിയായ ജ്ഞാനം കിട്ടുമ്പോൾ വിജയം കൈവരിക്കാൻ ശരിയായ വഴി നിങ്ങളുടെ മുൻപിൽ തെളിയും. ആ വഴിയിൽ നടന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടും. ഇപ്പോൾ ചിന്തിക്കൂ, ഇങ്ങനെ എല്ലാം എങ്ങനെ സാധ്യമായി? നിങ്ങളുടെ വിവേകം, ചൈതന്യം, അന്തർമനം, നമ്മുടെ ഏറ്റവും വലിയ മതഗ്രന്ഥം ആകാശവും രാം നാരായണ രാം നാമവും വഴി. മനുഷ്യൻ എല്ലാ തടസ്സങ്ങളിലും ഭയങ്ങളിലും നിന്ന് മോചിതനാകാം. താനെ തിരിച്ചറിയുകയും പ്രകൃതിയുമായി സംയോജിതനാകുകയും ചെയ്യുകയാണെങ്കിൽ. കൂടാതെ രാം നാരായണ രാം ജപം ചെയ്യണം. ഇപ്പോൾ ഈ തിരക്കുള്ള ജീവിതത്തിൽ ആളുകൾക്ക് യോഗ, പ്രാണായാമം, ധ്യാനം ചെയ്യാൻ സമയമില്ല. ഈ ക്രിയകൾ മനസ്സിനെ ആശ്വസിപ്പിച്ച് വിഷമങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ പല വീടുകളിലും ആളുകൾ മാനസിക സമ്മർദ്ദവും വിഷാദവും അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് മനുഷ്യൻ തൻ്റെ സന്തോഷം സമൂഹത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയാതിരിക്കുന്നത്. ഈ സൃഷ്ടിയിൽ ഓരോ ജീവിയും സന്തോഷത്തോടെ സമ്പന്നനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അതിന് ശ്രമിക്കുന്നു. പക്ഷേ ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ മനസ്സ് വിഷാദവും മനോവൃത്തി തകരാറും അനുഭവിക്കുന്നു. അത്തരത്തിലുള്ളവർ തത്സമയത്തിൽ സാമൂഹ്യത്തിൽ നിന്നും വേർപിരിഞ്ഞു പോകുന്നു. അത്തരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേയൊരു വഴി രാം നാരായണ രാം ജപമാണ്. അതുകൊണ്ട് ഇപ്പോഴും രാം നാരായണ രാം നാമത്തോട് ചേർന്നിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ചേർക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഈ പോസിറ്റീവ് മാറ്റങ്ങൾ നിങ്ങൾ തന്നെ അനുഭവിക്കും. നിങ്ങളുടെ ജീവിതം സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞതാകട്ടെ.